ഹായ്. ഓസ്ട്രേലിയൻ മൈഗ്രേഷൻ സിനാരിയോയിൽ ഒരു പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ആ അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ വരുന്ന ആളുകൾ ഒരു പെർട്ടിക്കുലർ വിസയിൽപ്പെട്ട ആളുകളാണെങ്കിൽ, അത് ഏത് വിസയാണെന്നുള്ള കാര്യത്തിൽ ഇതുവരെയും ഒരു കൺഫർമേഷൻ വന്നിട്ടില്ല. ഒരു പെർട്ടിക്കുലർ നമ്പർ ഓഫ് വിസയിൽപ്പെട്ട ആൾക്കാരാണെങ്കിൽ അവരുടെ വരവിനെ ടെമ്പററി ആയിട്ട് പോസ് ചെയ്യാനുള്ള ഒരു പവർ ഇപ്പോൾ ഗവൺമെൻറ്റിന് കിട്ടിയിട്ടുണ്ട്. ആ ലോ എന്തുകൊണ്ട് വന്നു എന്ന് വെച്ചാൽ ഇപ്പോഴും ഒരു ക്ലാരിറ്റി മൊത്തത്തിൽ കിട്ടിയിട്ടില്ല. ചിലർ പറയുന്നു ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ കൊണ്ടാണെന്ന് പറയുന്നു, ചിലർ പറയുന്നു ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെ വരവിനെ കൺട്രോൾ ചെയ്യാനാണെന്ന് പറയുന്നു. പക്ഷേ ഇതുകൊണ്ട് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യാൻ പോകുന്നത് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസും ടെമ്പററി ആയിട്ട് ഇവിടെ നിൽക്കുന്നവരും മൈഗ്രേഷൻ പ്രോഗ്രാമിലൂടെ ഇവിടെ എത്തുന്നവരും ആണെന്നാണ് നിലവിലെ ഒരു ക്ലാരിറ്റി. അപ്പം ഇവിടെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് എന്ന് വെച്ചാൽ ഓസ്ട്രേലിയ മൈഗ്രേഷൻ ഇതുവരെ നിർത്തിവെച്ചിട്ടില്ല. മൈഗ്രേഷൻ ഇപ്പോഴും ഓൺ ഗോയിങ് ആണ്. അപ്പോൾ അതിൻ്റെ മുകളിലൊരു കൺട്രോൾ എടുത്തു എന്നുള്ള കാര്യം മാത്രമേ ഇതിനകത്തുള്ളൂ. പിന്നെ ഇവിടെ വന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഫ്യൂച്ചർ സ്റ്റുഡൻസ് അല്ലെങ്കിൽ പഠിക്കുന്ന സ്റ്റുഡൻസ്, PR ആഗ്രഹിക്കുന്ന ആൾക്കാർ, ഇവരൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലുള്ള പോളിസി അവരിങ്ങനെ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ചെന്ന് ഇതൊക്കെ കൺഫേം ചെയ്യുക. കാരണം ഇവിടെ ലോ ആൻഡ് ഇതുപോലുള്ള റൂളുകളൊക്കെ പെട്ടെന്ന് മാറ്റം വരും. അപ്പം അത് നമ്മൾ കീപ്പപ്പ് ചെയ്തില്ലെങ്കിൽ നമ്മൾക്ക് നമ്മുടെ പ്ലാൻ എന്താണോ, PR ആണോ, അങ്ങനെയുള്ള പ്ലാനുകളൊന്നും ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ നടക്കണമെന്നില്ല. അപ്പം ഇതുപോലുള്ള കാര്യങ്ങൾ ഫ്യൂച്ചർ സ്റ്റുഡൻസിനാണെങ്കിലും ഇവിടെ പഠിക്കുന്നവരാണെങ്കിലും PR നോക്കുന്നവരാണെങ്കിലും ഇതുപോലുള്ള ഡീറ്റെയിൽസ് എവിടെന്നെങ്കിലും കേട്ടാൽ ഉടനെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ചെന്നിട്ട് അത് കൺഫേം ചെയ്യുക. ഓക്കെ, താങ്ക് യു.